അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അൻവറോട് സംസാരിച്ചു, മറ്റ് നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അത് രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനകത്ത് മുന്നണിയിലേക്കൊരു ഘടകകക്ഷി എടുക്കുമ്പോൾ അതിൻ്റേതായ ചില ഫോർമാലിറ്റീസ് എല്ലാം ഉണ്ട്. അതൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമാണ്. ഡൽഹിയുടെ അനുവാദം തേടണം, മറ്റ് ഘടകകക്ഷിയോട് സംസാരിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് അല്പം ഡിലേ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ ഇനി വൈകാതെ ശുഭകരമായൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളെല്ലാവരും തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തണം എന്നുള്ളത് തന്നെയാണ് UDFൻ്റെ എന്നത്തെയും സമീപനം. ആ സമീപനം അനുസരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കുക. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാട ഷൗക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക. അതിനാവശ്യമായ കാര്യങ്ങളായിരിക്കും പാർട്ടിയും മുന്നണിയും യോജിച്ച് എടുക്കുന്നത്. ഞാൻ പ്രതിപക്ഷ നേതാവുമായി വിശദമായി സംസാരിച്ചു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും, പ്രശ്നപരിഹാരത്തിന് മുന്നോട്ട് പോകും. UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തിളക്കമാർന്ന വിജയം നിലമ്പൂരിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ CPK കുഞ്ഞാലിക്കുട്ടിയായിട്ട് സംസാരിച്ചു, അൻവറുമായിട്ട് ഞാൻ സംസാരിച്ചു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തുകയാണ്.